ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് പീച്ചിങ്ങനെ കയറ്റി വിടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീച്ചിങ്ങയൊക്കെ വളർന്ന് അത്യാവശ്യം നല്ല രീതിക്ക് പടർന്നിട്ടുണ്ട്. ഇപ്പോൾ കായും നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, നല്ല രീതിയിൽ ഒരു പീച്ചിങ്ങയുടെ വിളവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് കുറച്ച് ഒരു 2 ആഴ്ചത്തോളം ഇതിങ്ങനെ വിളവിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ തന്നുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ പീച്ചിങ്ങയ്ക്ക് അധികം കേടൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ ഓൾറെഡി ലൂറ് പോലത്തെ കെണികളൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്കധികം കേട് കൂടാതെ തന്നെ പീച്ചിങ്ങ കിട്ടിയത്. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല ആരോഗ്യമുള്ള പീച്ചിങ്ങയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പീച്ചിങ്ങ പറിച്ച് കറി വെക്കാനുള്ളതാണ്. അപ്പോൾ അതുകൂടെ തന്നെ നമ്മൾ കുറച്ച് മറ്റ് വിളകളും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റ് വിളകൾ. നമുക്ക് മുളക് ഏകദേശം 2 മാസത്തിനടുത്ത് ആയപ്പോൾ തന്നെ കായ്ച്ച് അത്യാവശ്യം നല്ല ഫലം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് കുറച്ച് എടുക്കാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മുളകാണ്, അധികം ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വെച്ചിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കായ് ഫലം തരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സ്വന്തം ചീരയാണ്. ഇത് കുറച്ച് ഞാൻ പാകിയതേ ഉള്ളൂ. ഇപ്പോൾ ഒരു കറിക്കുള്ള എന്ന രീതിയിലാണ് ഞാൻ പാകിയത്. അതുപോലെ തന്നെ ഒരു കറിക്കുള്ള ആവശ്യത്തിനുള്ള ചീര എന്തായാലും നിൽപ്പുണ്ട്. ചീരയ്ക്ക് കുറച്ച് കേടുപാടുകൾ പുഴുക്കൾ വന്ന് കടിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു കറിക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ചീര ഉണ്ട് ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ഞാനൊന്ന് പറിച്ച് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വിളവെല്ലാം പറിച്ച് ഞാനൊരു മുറത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ എന്താ രസം നോക്കി. ആ ചീരയും ആ പീച്ചിങ്ങയും ആ മുളകും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ആരോഗ്യവും എല്ലാം നമുക്ക് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എൻ്റെ വിളവ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ അതുപോലെ നമ്മളിവിടെ വീട്ടിൽ കൃഷി ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.